ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമുക്ക് ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോ ഒരു ഈസി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ടൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. 1 കിലോ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുക. പിന്നെ നമ്മളിവിടെ ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പുളിയില്ലാത്ത തൈര് ആവശ്യത്തിന് ചിക്കനിലേക്ക് ആഡ് ചെയ്യുക. ശേഷം ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക. മാക്സിമം ചിക്കൻ 1 മണിക്കൂർ, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾക്ക് ഇവിടെ സവാള വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് സവാള ആഡ് ചെയ്യാം. ഞാനിവിടെ സവാളയാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് വറുത്തെടുക്കാത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് സവാള ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സവാള ആഡ് ചെയ്ത് അതിലേക്കൊരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്തതിന് ശേഷം സവാള നന്നായി വറുത്തെടുക്കുകയാണ്. നമ്മൾക്ക് അതേ പാനിൽ തന്നെയാണ് ഞാനിവിടെ ഗീ റൈസ് ഉണ്ടാക്കുന്നത്. അത് വറുത്തെടുത്ത സവാളയെ കോരിയെടുത്ത ശേഷം അതിലേക്ക് ഓൾ സ്പൈസസ് ആഡ് ചെയ്യുക. ഓൾ സ്പൈസസ് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് സവാളയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവണമെന്നില്ല. ചെറുതായിട്ട് സവാള ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള ബിരിയാണിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങൾ എടുക്കുന്ന അരിയുടെ ഇരട്ടി ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായി വെള്ളം തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ആവശ്യത്തിന് വിനീഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ്, എന്താ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് എന്തും ഉപയോഗിക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ചോറ് ഒട്ടിപ്പിടിക്കാതെ കട്ട പിടിക്കാതെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിവിടെ ഉപയോഗിക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം കുതിർത്തി വെച്ച അരി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മണിക്കൂർ കുതിർത്തി വെച്ച അരിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ 1 മിനിറ്റ് 2 മിനിറ്റ് എങ്കിലും വേവിച്ചെടുക്കുക. ശേഷം അത് മീഡിയം ടു ലോ ഫ്ലെയിം എന്ന നിലക്ക് അടച്ചു വെച്ച് നന്നായി വെന്ത് വരുന്നത് വരെ വേവിക്കുക. നമ്മുടെ ചോറ് ഇവിടെ പാകത്തിന് വേവായി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള, ചെറുന്നുള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് സവാള, ചുവന്നുള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായി സവാളയെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഓർക്കുക, നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഉപ്പ് മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായി സവാള വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ നിറമായി സവാളയും ഉള്ളിയും നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് വന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള, ഉള്ളി എന്നതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്യാം. തക്കാളി, എൻ്റെ നാട്ടിൽ തക്കാളി ഉപയോഗിക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കാറുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തക്കാളിയും കൂടി ഉപയോഗിച്ച് തക്കാളി നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി എല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മളിട്ട് കൊടുത്ത മസാലയുടെ പച്ചമണം മാറുന്നത് വരെ മിക്സ് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇവിടെ റെഡിയായി ഇരിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിക്സും ചിക്കനും തമ്മിൽ നന്നായി കൂട്ടി യോജിപ്പിക്കുക. മസാലയും ചിക്കനും തമ്മിൽ നന്നായി മിക്സ് ആയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് പുളിയില്ലാത്ത തൈര്, ഒരു 2 ടീസ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ആഡ് ചെയ്യുന്നത്. തൈര് ആഡ് ചെയ്തതിന് ശേഷം ചിക്കൻ മിക്സിനെയും തൈരിനെയും നന്നായി ഇളക്കി യോജിപ്പിച്ച് തൈരും ചിക്കനും നന്നായി മിക്സ് ആവുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നന്നായി ചിക്കൻ വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇടയ്ക്ക് നമ്മൾ മൂടി ഒന്ന് തുറന്ന് വേവ് ചെക്ക് ചെയ്യുക. ചിക്കൻ വേവ് ആവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ച് ചിക്കന് മതിയായ വേവ് ആവുന്നത് വരെ ചിക്കനെ വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ നമ്മുടെ ചിക്കൻ്റെ മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന നെയ്ച്ചോറ്, ഗീ റൈസ് നമ്മൾക്കിതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെയ്ച്ചോറ് ഇതിലേക്ക് ആഡ് ചെയ്യുക. മുഴുവൻ ചോറും ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിന് മേലെ നമ്മൾ കുറച്ച് മല്ലിയില, പുതിനയില, വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് വെച്ചിട്ടുള്ളവർ അതും ഈ സമയത്ത് ആഡ് ചെയ്യുക. ശേഷം അതിന് മേലെ കുറച്ച് ഗീ ഒഴിക്കുക. ഞാൻ ഗീ ഒഴിക്കുന്ന പാട്ട് ഇതിൽ മിസ്സായിട്ടുണ്ട്, അപ്പോൾ ഗീ ഒഴിക്കുക. പിന്നെ കുറച്ച് ഗരം മസാല അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈസി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾക്ക് ഇതൊരു ദം ആവാനുള്ള ടൈം കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 15 to 20 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാം. 5 to 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ബിരിയാണി ദമ്മ് തുറക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഈസി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈസി ബിരിയാണി ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈസി ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. താങ്ക് യു.